ഇസ്രായേലും ഇറാനും ആക്രമണം തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ സാഹചര്യം അതീവ സംഘർഷഭരിതം. ഇന്നലെ രാത്രി മുഴുനീള തീമഴ പെയ്യിച്ച ഡ്രോൺ മിസൈൽ ആക്രമണം. ഇറാനിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം എണ്ണപ്പാടങ്ങൾ. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ജനങ്ങൾ ബങ്കറുകളിൽ തുടരണമെന്ന് ഇസ്രായേലി സർക്കാർ. നിലമ്പൂർ വിധി എഴുതാൻ 4 ദിവസം മാത്രം ബാക്കി. ജമാഅത്തെ ഇസ്ലാമിയും പശ്ചിമേഷ്യൻ സംഘർഷവും സജീവ ചർച്ച. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്. അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. PV അൻവറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ബാറ്റ് ചെയ്ത് യൂസഫ് പഠാൻ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ 3 മണിക്ക്. പരസ്യ പ്രചാരണം നാളെ തീരും. മഴ വീണ്ടും കനത്തു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ റെഡ് അലേർട്ട്. ബാക്കി 9 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്. കോട്ടയം ചുങ്കത്ത് കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണു. ദക്ഷിണ കന്നഡയിലും കനത്ത നാശം. മംഗളൂരു കങ്കനാടിയിൽ കൂറ്റൻ ചുറ്റുമതിൽ വീണു. ഇടുക്കി അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കൂടി. മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഏറുന്നു. വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചയാളെ തിരിച്ചറിഞ്ഞു. മുഖ്യപ്രതി ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫ്. പ്രതികളുടെ 2 സുഹൃത്തുക്കൾ പിടിയിൽ. പെറ്റ് ഷോപ്പിനെതിരെ പരാതിയുമായി നാദിർ ഷാ. കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നുവെന്ന് പരാതി. പാലാരിവട്ടം പോലീസ് അന്വേഷിക്കുന്നു. സെഡേഷൻ കൊടുത്തത് കൊണ്ടല്ല പൂച്ച മരിച്ചതെന്ന് പെറ്റ് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ അനീഷ്.